നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കി അടിമാലിയിലെ മറിയക്കുട്ടിയെ അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല. ക്ഷേമ പെൻഷൻ 4-5 മാസം ലഭിക്കാത്തതിനാൽ ഭിക്ഷയാചിച്ച് പ്രതിഷേധിച്ച മറിയക്കുട്ടിയെ പോലുള്ള ധാരാളം പേർ കേരളത്തിലുണ്ട്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. കേന്ദ്രവും കേരളവും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഡൽഹി കേരള ഹൌസിൽ പ്രത്യേക പ്രതിനിധിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമിച്ച KV തോമസിനും ടീമിനുമുള്ള 5 മാസത്തെ ഓണറേറിയമായ 12.5 ലക്ഷം രൂപ അനുവദിക്കാൻ ഉത്തരവായി. സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം നട്ടം തിരിയുമ്പോഴും ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് തോമാച്ചായന് പിണറായി വിജയൻ ക്രിസ്മസ് പൊളിക്കാനുള്ള പണം നൽകിയത്. പാവം മറിയക്കുട്ടിമാർ, അവരുടെ ഇത്തവണത്തെ ക്രിസ്മസ് എങ്ങനെയാകുമോ എന്തോ. ക്ഷേമ പെൻഷൻ ഉടൻ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിപ്പ്. അത് നല്ല കാര്യം തന്നെ. എന്നാൽ സംസ്ഥാനം വളരെ ദുർഘടാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ KV തോമസിനെ മാത്രം സന്തോഷിപ്പിക്കുന്നത് ശരിയാണോ? മുൻ ചീഫ് സെക്രട്ടറി VP ജോയ്ക്ക് വലിയ തുക ശമ്പളം നൽകിയാണ് നിയമനം നൽകിയിരിക്കുന്നത്. അത് എത്രയെന്ന് പറയാൻ പോലും സർക്കാർ തയ്യാറല്ല. പണമില്ല, കേന്ദ്രം കഴുത്തിന് പിടിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിലപിക്കുമ്പോഴും ഭരണാധികാരികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അടുപ്പക്കാരുടെയും കാര്യങ്ങൾക്ക് ലക്ഷങ്ങൾ പൊടിപൊടിക്കാൻ പണമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ നീന്തൽക്കുളം നവീകരിക്കാനായി 40 ലക്ഷം രൂപയാണ് നൽകിയത്. അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ വകയിലെ വലിയ തുകയും പ്രതിസന്ധി കാലത്ത് കൈമാറി. മന്ത്രിമാരായ MB രാജേഷും V ശിവൻകുട്ടിയും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയ വകയിലുള്ള ലക്ഷങ്ങളുടെ ബില്ലിനുള്ള തുകയും കൈമാറി. ഇടതുപക്ഷ മന്ത്രിമാരാണ് പഞ്ചനക്ഷത്ര ചികിത്സ തേടിയത് എന്ന് ഓർക്കണം. സർക്കാർ ആശുപത്രികളെ കുറിച്ച് വാതോരാതെ പറയുന്ന ഇവരൊക്കെ അവിടേക്ക് സ്വന്തം ചികിത്സയ്ക്ക് പോകാത്തത് എന്താണ്? മുതലാളിത്തത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുകയും അതുപോലെ മറുവശത്തൂടെ അത്തരം സ്ഥാപനങ്ങളുടെ തിണ്ണ നിരങ്ങുകയും ചെയ്യുന്നു. കേരളീയം പോലുള്ള ആഘോഷങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാൻ മടി കാണിക്കാത്ത സർക്കാർ ക്ഷേമ പെൻഷൻ നൽകാൻ മടി കാണിക്കുന്നത് എന്തെന്ന് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടി. ക്ഷേമ പെൻഷന് മുൻഗണന നൽകാത്തത് കൊണ്ടാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. തൊഴിലാളി സമൂഹത്തിന്റെ വോട്ട് വാങ്ങി വിജയിച്ചിട്ട് മുതലാളിത്തത്തിന് ചൂട്ടുപിടിക്കുന്ന നിലപാട് ഇടതുപക്ഷത്തിന് ചേർന്നതല്ല. കുത്തകകൾക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടി കുഴലൂതിയിരുന്ന KV തോമസിനെ പോലൊരാളെ ലക്ഷക്കണക്കിന് രൂപ ഓണറേറിയം നൽകി സംരക്ഷിക്കാൻ മാത്രം എന്ത് കടപ്പാടാണ്, അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് ഇടത് സർക്കാരിനുള്ളത്? എത്രയോ പ്രഗത്ഭരായ നേതാക്കളും ഇടത് അനുഭാവികളായ ഉദ്യോഗസ്ഥരും ഉള്ളപ്പോഴാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ തോമാച്ചനെ അരിയിട്ട് വാഴിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ക്രിസ്മസ് ന്യൂ ഇയർ വിപണി ആരംഭിക്കാൻ വൈകി. പണമില്ലെന്നാണ് കാരണം പറയുന്നത്. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള പണം പോലും കൊടുത്തിട്ടില്ല. സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല. ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് നൽകുന്നില്ല. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളപ്പോഴാണ് 7-8 തവണ MP ആയിരുന്ന കേന്ദ്ര സംസ്ഥാന മന്ത്രിയായിരുന്ന KV തോമസിന് ലക്ഷങ്ങൾ ഓണറേറിയം നൽകുന്നത്. ഈ തുക ഉടനെ ലഭിച്ചില്ലെന്ന് കരുതി KV തോമസിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിനേക്കാൾ പരിഗണന നൽകേണ്ട പല വിഷയങ്ങളും നാട്ടിലുണ്ട് പിണറായി സഖാവെ. അതങ്ങ് മനസ്സിലാക്കണം. അല്ലാതെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് കാര്യമില്ല. ക്രിസ്മസിന് പെൻഷൻ ആവശ്യപ്പെട്ട് 72 വയസ്സുള്ള സ്ത്രീ കോടതിയിലെത്തിയത് നിസ്സാരമായി കാണാൻ കഴിയില്ലെന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ സർക്കാരിന്റെ പിടിപ്പുകേട് കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. പെൻഷൻ അനുവദിക്കുന്നതിനുള്ള കേന്ദ്രവിഹിതം കിട്ടിയിട്ടില്ലെന്നും സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. 1600 രൂപയല്ലേ ചോദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ കോടതി സർക്കാരിന്റെ കയ്യിൽ പണം ഇല്ലെന്ന് പറയരുതെന്നും ആവശ്യപ്പെട്ടു. പണം ഇല്ലാത്തതിന്റെ പേരിൽ ഒരു ആഘോഷവും മാറ്റിവെച്ചിട്ടില്ല. എന്നാൽ സാധാരണക്കാരന് കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. പെൻഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. 1600 രൂപ സർക്കാരിന് ഒന്നും അല്ലായിരിക്കും. എന്നാൽ മറിയക്കുട്ടിക്ക് അതൊരു വലിയ തുകയാണ്. സർക്കാർ മുൻഗണന നിശ്ചയിച്ച് തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കോടതി കാണിക്കുന്ന സാമാന്യ മര്യാദ പോലും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണാധികാരികൾക്കില്ല എന്നത് പരിതാപകരമായ അവസ്ഥ എന്നല്ലാതെ എന്തു പറയാൻ? ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരും ഈ രീതിയിൽ മുന്നോട്ട് പോകില്ല.
പ്രതിഷേധിക്കുന്നവരെ അസഭ്യം പറഞ്ഞും കല്ലെറിഞ്ഞും ഹെൽമറ്റ് കൊണ്ട് അടിച്ചും ഭരണകൂടവും CPM-ഉം നടത്തുന്ന ഭീകരത ഇതിനേക്കാൾ വേദനാജനകമാണ്. ഏതോ പ്രാകൃതമായ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ പോലെയാണ് ഇവർ കരിങ്കൊടി പ്രതിഷേധക്കാരെ ആക്രമിക്കുന്നത്. അടിയന്തരാവസ്ഥയും അതിനും അപ്പുറത്തെ ക്രൂരതകളും നേരിട്ടിട്ടുള്ള സഖാക്കൾ എന്തേ നിസ്സാരമായ കരിങ്കൊടിയെയും ഷൂസിനെയും പോലും ഭയക്കുന്നത്? എല്ലാം കൈവിട്ടു പോകുമെന്ന ഭീതി സർക്കാരിനെ വേട്ടയാടുന്നുണ്ട്. അതിൽ നിന്ന് മുക്തി വേണമെങ്കിൽ ജനകീയ മുഖം വീണ്ടെടുക്കണം, അല്ലാതെ കുറുക്കു വഴികളില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.